മസിലുണ്ടാക്കാനുള്ള പരിപാടിയാണ്. അതാണ് എത്ര കാലമായിട്ട് പോകുന്നു, പക്ഷെ മസിലൊന്നും അങ്ങോട്ട് വരുന്നില്ല. അതുകൊണ്ട് പ്രോട്ടീൻ എടുത്താലോ എന്നാണ്. ചുമ്മാ ഇതൊന്നും അടുക്കല്ലേ, കഷ്ടപ്പെട്ട് വേർത്തുണ്ടാക്കണ മസിലൊക്കെ മതി. കാരണം ഈ പ്രോട്ടീൻ പൗഡർ അടിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശം എടുക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഈ ഹൈ പ്രോട്ടീൻ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി മെറ്റബോളിസത്തിന് ഒരുപാട് കാര്യങ്ങൾ വേണം. റെഗുലേറ്റഡ് പ്രോട്ടീൻ, റെഗുലേറ്റഡ് കാർബോഹൈഡ്രേറ്റ്, റെഗുലേറ്റഡ് ഫാറ്റ്, ഇതാണ് നല്ല ബോഡി ബിൽഡിങ്ങിന്. അതായത് ഒരു 50% കാർബോഹൈഡ്രേറ്റ്, ബാക്കിയുള്ള 50% പ്രോട്ടീൻ അല്ലെങ്കിൽ ഫാറ്റ്. എല്ലാ എനർജിയും നമ്മൾ പ്രോട്ടീൻ കൊണ്ട് കിട്ടുവാണെങ്കിൽ ഡെഫിനറ്റ്ലി കാലക്രമേണ ഒരു 5-10 കൊല്ലം കഴിയുമ്പോൾ സ്ലോലി നമ്മുടെ കിഡ്നി ഡാമേജ് വരും. ആ കിഡ്നി നമ്മൾ പിന്നെ തിരിച്ച് റിക്കവർ ചെയ്യാൻ സാധ്യത കുറവാണ്. BP, ഹൃദയസ്തംഭനം, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങി ജീവന് തന്നെ ഭീഷണിയാണ് പല പ്രോട്ടീൻ പൗഡറുകളും. ഗുരുതര രോഗങ്ങൾ ഉണ്ടാക്കുന്ന ചേരുവകൾ അടങ്ങുന്നതാണ് നാട്ടിൽ കയ്യെത്തും ദൂരത്ത് കിട്ടുന്ന പ്രോട്ടീൻ കുപ്പികൾ. ഇതിന്റെ വിൽപ്പന നിയന്ത്രിക്കാനും ഗുണമേന്മ ഉറപ്പാക്കാനും യാതൊരു സംവിധാനവുമില്ല. നമ്മളെ അത്ലറ്റ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഒരുപാട് റെഗുലേഷൻ വേണ്ട ഒരു മാർക്കറ്റാണ് ഈ പ്രോട്ടീൻ മാർക്കറ്റ്. ഈ പ്രോട്ടീൻ മാർക്കറ്റ് ഇപ്പോൾ നടക്കുന്നത് ചെയിൻ ബിസിനസ്സാണ്. അത് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യും, അപ്പോൾ അങ്ങനെ 2 ടിന്ന് വാങ്ങിക്കും, അത് 4 ടിന്നാവും. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്, ഈ ബോഡി ബിൽഡിങ്ങിൽ പോകുന്നവർ കിഡ്നി മാത്രമല്ല അവരുടെ ലിവർ ഡാമേജും കൂടി വന്നിട്ടുണ്ട്. നല്ല ബോഡിയാണ്, പക്ഷേ 17 വയസ്സുള്ള ആളുടെ SGOT PT ഒക്കെ 100-150 അത് ലിവറിന് നന്നായിട്ട് ഡാമേജ് ചെയ്യും. ആരോഗ്യമുള്ള മസിലുകൾ ഉണ്ടാവാൻ പോഷകമടങ്ങിയ ആഹാരമാണ് പ്രധാനം. സ്റ്റിറോയിഡും ഇഞ്ചക്ഷനും അമിതമായ പ്രോട്ടീൻ ഉപയോഗവുമല്ല അതിനുള്ള വഴി. എല്ലാ പ്രോട്ടീൻ പൗഡറുകളും അപകടകരമാണ് എന്നല്ല പറഞ്ഞു വെക്കുന്നത്. ഡോക്ടർമാരുടെയോ വിദഗ്ധരായ ഫിറ്റ്നസ് അധ്യാപകരുടെയോ നിർദ്ദേശം അനുസരിച്ചു മാത്രമേ ഇതെല്ലാം ഉപയോഗിക്കാവൂ. AK സ്റ്റെഫൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.